ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2047 മുമ്പ് തന്നെ ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ഭീകരതയെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുമെന്നും അത് എങ്ങനെയായിരിക്കണമെന്ന് ആർക്കും നിർദ്ദേശിക്കാനാവില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകാരോഗ്യ സംഘടനയുടെ ഫാർമക്കോ വിജിലൻസ് സംഭാവനകളിൽ ഇന്ത്യ ആഗോളതലത്തിൽ 8ാം സ്ഥാനത്ത്. രാജ്യത്തിന്റെ ഭാവി വളർച്ചയും നവീകരണവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ലഭിച്ചു. വാർത്തകൾ വിശദമായി. 2047 മുമ്പ് തന്നെ ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ചെന്നൈയിലെ ഡോക്ടർ എം.ജി.ആർ. വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനത്തിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയിലൂടെ രാജ്യത്ത് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളും കാലത്തിനനുസരിച്ച് മാറണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി തമിഴ്നാട്ടിലെത്തിയത്. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിലെ റായ്പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പിപ്രാഹ്വ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഇതാദ്യമായാണ് പ്രദർശിപ്പിക്കുന്നത്. ശ്രീബുദ്ധന്റെ ഉദാത്തമായ ചിന്തകളെ കൂടുതൽ പ്രചാരത്തിലെത്തിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭീകരതയെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുമെന്നും അത് എങ്ങനെയായിരിക്കണമെന്ന് ആർക്കും നിർദ്ദേശിക്കാനാവില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചെന്നൈയിൽ ഐഐടി മദ്രാസിന്റെ ടെക്നോ എന്റർടൈൻമെന്റ് ഫെസ്റ്റായ ശാസ്ത്ര 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ഭീകരവാദം രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങളെ തകർക്കുമെന്നും ജലം പങ്കുവയ്ക്കൽ കരാറുകൾ പോലുള്ള ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. A country decides that they will deliberately, persistently, unrepentantly continue with terrorism. We have a right to defend our people against terrorism. We will exercise that. How we exercise that right is up to us. As I said, a lot of it is goodwill. Many years ago, we agreed water sharing arrangement because the belief, the underpinning of that was it was a gesture of goodwill because for good neighborliness we were doing it. രാജ്യത്തിന്റെ ഭാവി വളർച്ചയും നവീകരണവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയെ പിന്തുണയ്ക്കുന്ന സമീപനങ്ങളുമായി ഒരു സർക്കാർ മുന്നോട്ട് വന്നത് ഇതാദ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകാരോഗ്യ സംഘടനയുടെ ഫാർമക്കോ വിജിലൻസ് സംഭാവനകളിൽ ഇന്ത്യ ആഗോളതലത്തിൽ 8ാം സ്ഥാനത്താണെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ. ഇന്ത്യയുടെ ഔദ്യോഗിക ഔഷധ മാനദണ്ഡ പുസ്തകമായ ഇന്ത്യൻ ഫാർമക്കോപ്പിയ 2026ന്റെ 10ാം പതിപ്പ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഔഷധ മാനദണ്ഡ പുസ്തകത്തിൽ രക്തഘടകം ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. फार्माकोपिया को विजिलेंस जो हमारा था सिस्टम, उसकी ग्लोबल रैंकिंग 2009 to 2014 was 123rd and today our ranking is 8th. It is a huge achievement. It's a huge achievement. We must continue with the hard work because we have to compete globally and हमारे को अपने रेगुलेटरी स्टैंडर्ड्स को क्रेडिबल बना करके ग्लोबली अलाइंड करके चलने की आवश्यकता है. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് കീഴിൽ 22 പുതിയ നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഇതിലൂടെ 41,863 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോൺ നിർമ്മാണം, ടെലികോം, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ 11 വിഭാഗങ്ങളിലായുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഏകദേശം 2,58,000 കോടി രൂപയുടെ ഉൽപ്പാദനവും 34,000-ഓളം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സർഗാത്മകത, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്നിവ സംയോജിപ്പിക്കുന്നതിൽ അഹമ്മദാബാദ് പുഷ്പമേള വഹിക്കുന്ന ശ്രദ്ധേയമായ പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. നഗരത്തിന്റെ ഊർജ്ജസ്വലമായ ചൈതന്യവും പ്രകൃതി സ്നേഹവും ഈ പരിപാടി പ്രകടമാക്കുന്നുവെന്ന് ശ്രീ മോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ വർഷം സംഘടിപ്പിച്ച 14ാമത് പുഷ്പമേളയിൽ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും സൃഷ്ടിക്കപ്പെട്ടു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗിന് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോൾ തന്നെ നോട്ടീസുകൾ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള 1,21,557 അപേക്ഷകളാണ് സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പുറപ്പെടുവിച്ച ശേഷം ലഭിച്ചിട്ടുള്ളത്. ഫോം 6ൽ 96,785 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ പേര് ചേർക്കാനുള്ള ഫോം 6A-യിൽ 24,772 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനായുള്ള 444 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025ലെ നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ലഭിച്ചു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രോജക്ട്സ് ആന്റ് പ്രോഗ്രാം മാനേജ്മെന്റും സെന്റർ ഫോർ എക്സലൻസ് ഇൻ പ്രോജക്ട് മാനേജ്മെന്റും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരം, അടൽ ടണൽ തുടങ്ങിയവയ്ക്കാണ് മുൻ വർഷങ്ങളിൽ ഈ പുരസ്കാരം ലഭിച്ചത്. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. മുംബൈയെ 8 വിക്കറ്റിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. 35 ഓവർ വീതമുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് 119 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 27.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. മുൻ ലോക 1 നമ്പർ താരമായ വീനസ് വില്യംസിന് ഈ മാസം 18-ന് ആരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. ഇതോടെ 45-ാം വയസ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ മെയിൻ ഡ്രോയിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമായി വീനസ് മാറും. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടന്നു. സാമൂഹ്യ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നെടുനായകത്വം വഹിച്ചവരിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ വ്യക്തിഗത ഡിജിറ്റൽ ഇടപാടുകൾ, ഓൺലൈൻ ചെലവുകൾ, ജീവിതശൈലി എന്നിവ ആദായനികുതി വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വ്യക്തികളുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്രവർത്തനം നിരീക്ഷിക്കാൻ ആദായനികുതി വകുപ്പ് യാതൊരു സംവിധാനവും സൃഷ്ടിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും. 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിനായാണ് സംഘം യാത്ര തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തു. അതേസമയം കേരള ഹൈക്കോടതി നിയമിച്ച SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ 2 വർഷത്തിനകം 500 കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് കുടുംബാധിഷ്ഠിത സംരക്ഷണം സാധ്യമാക്കിയതായി മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടുംബാധിഷ്ഠിത പരിചരണം ഉറപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. മികച്ച പ്രവർത്തനം നടത്തിയതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കാവൽ പ്ലസ് പദ്ധതിയെ സുപ്രീംകോടതി പ്രത്യേകം അഭിനന്ദിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാസിക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ സംബന്ധിച്ച് നേട്ടങ്ങളുടെയും പരിഷ്കരണങ്ങളുടേതുമായിരുന്നു കഴിഞ്ഞ വർഷം. 2025-ൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ പണപ്പെരുപ്പ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ജനുവരിയിൽ 4.26% ഉപഭോക്തൃ വില സൂചിക. മാസങ്ങൾ കഴിയുന്തോറും ക്രമേണ കുറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 മുൻപ് തന്നെ ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ഭീകരതയെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുമെന്നും അത് എങ്ങനെയായിരിക്കണമെന്ന് ആർക്കും നിർദ്ദേശിക്കാനാവില്ലെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലോകാരോഗ്യ സംഘടനയുടെ ഫാർമക്കോ വിജിലൻസ് സംഭാവനകളിൽ ഇന്ത്യ ആഗോളതലത്തിൽ 8ാം സ്ഥാനത്ത്.
രാജ്യത്തിന്റെ ഭാവി വളർച്ചയും നവീകരണവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ലഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.